തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാവിധ പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് മുട്ടട വാർഡിലെ LDF സ്ഥാനാർത്ഥി അംശു വാമദേവനാണ്. ഏതായാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ടാം ഘട്ട ഭവന സന്ദർശനവും നേരിട്ട് ആളുകളെ കാണുന്നത് ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്ക് കിടക്കുകയാണ്. എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? ഞങ്ങൾ വളരെ വലിയ ആത്മവിശ്വാസത്തിലാണുള്ളത്. യഥാർത്ഥത്തിൽ ഞങ്ങളിപ്പോൾ ഒന്നാം റൗണ്ട് പൂർത്തിയാക്കി രണ്ടാം റൗണ്ട് ഗൃഹസന്ദർശനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്ക് ചെല്ലുമ്പോൾ വീടുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് നമുക്ക് വളരെ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതാണ്. അവർ വലിയ നിലയിലാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ കാര്യവും. ഇപ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ കേശവദാസപുരത്ത് ഉള്ള വികസന പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതോടൊപ്പം ഇവിടെയാണെങ്കിലും മുൻകാലത്ത് നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണോ പ്രധാനമായും ഈ വോട്ട്? തീർച്ചയായും നമ്മൾ വികസനത്തിന് ഒരു വോട്ട് എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ 2000 രൂപീകരിച്ച വാർഡാണ്. ആ 2000 ആദ്യത്തെ പ്രതിനിധിയായിരുന്ന ശ്രീ വിനോദ് കുമാർ മാലി മുതൽ പിന്നെ ഇങ്ങോട്ട് വന്ന നമ്മുടെ നഗരത്തിൻ്റെ മേയറായ ശ്രീ അഡ്വക്കേറ്റ് കെ ചന്ദ്രികയും പിന്നീട് വന്ന ആർ ഗീതാഗോപാലും TP റിനോയും അജിത് രവീന്ദ്രനും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വികസന മാതൃക ഈ വാർഡിലുണ്ട്. അതിനാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ 5 കൊല്ലക്കാലം കേശവാസുരം വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനവും നമ്മുടെ മുന്നിലുണ്ട്. അതും ചൂണ്ടിക്കാട്ടിയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മുട്ടട വാർഡിൽ കഴിഞ്ഞ 5 വർഷക്കാലം MLA മാത്രം ഇവിടെ നടത്തിയ വികസന പ്രവർത്തനം ഏകദേശം 56 കോടി രൂപയുടേതാണ്. 8.5 കോടി രൂപയുടെ വികസനമാണ് നഗരസഭ നേരിട്ട് നടത്തിയിട്ടുള്ളത്. ആ നിലയിൽ ഉള്ളൊരു സ്ഥലത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻകാല കൗൺസിലർമാർ, അവർക്ക് കിട്ടുന്ന സ്വീകാര്യത, അവർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുട്ടടയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ UDF സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ വന്നു. അത് ഏതെങ്കിലും തരത്തിൽ ഈ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? അതോ വോട്ടർമാർക്ക് നേരിട്ട് അനുഭവപ്പെടുന്ന ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെയായിരിക്കും അവർ ചർച്ച ചെയ്യുക? നമ്മൾ ചെല്ലുന്ന വീടുകളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്തരം വികസന കാര്യങ്ങളാണ്. ഇനി ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളുമാണ് അവർ നമ്മളെ മുന്നിലോട്ട് വയ്ക്കുന്നത്. അല്ലാതെ ഈ പുറത്ത് കാണുന്ന കോലാഹലങ്ങളും ഒക്കെ പ്രചണ്ഡമായ പ്രചരണങ്ങളൊന്നും തന്നെ ഇവിടെ സാധാരണ ജനങ്ങളെ ബാധിച്ചിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൗൺസിലറെ അവരാവശ്യപ്പെടുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അതായത് വഴിയുടെ പ്രശ്നം, വെളിച്ചത്തിൻ്റെ പ്രശ്നം, അതുപോലെ വെള്ളത്തിൻ്റെ പ്രശ്നം, ഇതൊക്കെയാണ് അവരെ അലട്ടുന്ന പ്രശ്നം. അത്തരം പ്രശ്നങ്ങൾ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അവർ വിളിച്ചാൽ ഓടിയെത്താൻ ഏത് പാതിരാത്രിയും കഴിയുന്ന ആരുണ്ട് എന്നാണ് അവർ നോക്കുന്നത്. അതിനാണ് അവർ വോട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ ഞങ്ങളുടെ അനുഭവം അതാണ്. ഇപ്പോൾ കേശവദാസപുരത്തായാലും എനിക്കുണ്ടായിരുന്ന അനുഭവമാണ്. ആ ഉറപ്പാണ് ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. ആ ഉറപ്പാണ് അവർ ചോദിക്കുന്നത്. അതുതന്നെയാണ് ഞങ്ങൾ പിന്തുടരുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, LDF ഒരുപാട് മുന്നേറി കഴിഞ്ഞു പ്രചരണത്തിൽ ഉൾപ്പെടെ. പക്ഷേ UDFനെ സംബന്ധിച്ചാണെങ്കിലും NDAയെ സംബന്ധിച്ചാണെങ്കിലും വലിയ തരത്തിൽ മിക്ക ഇടങ്ങളിലും ഈ വിമത ശല്യം ഒരു വലിയ പ്രയാസമായി നിൽക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ തന്നെ ഒരു ഐക്യമില്ലായ്മയുണ്ട്. ഇതൊക്കെ LDFന് ഗുണം ചെയ്യുമെന്നുള്ളത്. ഇതെല്ലാം തീർച്ചയായിട്ടും LDFന് ഗുണം ചെയ്യും. പക്ഷേ ഞങ്ങളിപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ശ്രദ്ധ വയ്ക്കുന്നില്ല. ഞങ്ങൾ ആളുകളോട് നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ അവരോട് പറയുന്നു. ഇനി നമ്മൾ നടത്താൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നു. അവരുടെ വിശ്വാസത്തിനോടൊപ്പം അവരോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും, അവരുടെ എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറഞ്ഞ് തന്നെയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ഞങ്ങൾ മറ്റ് കാര്യങ്ങളൊന്നും സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ വികസന കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് തന്നെയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് മറ്റ് പരിപാടികൾ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും ബൂത്ത് കൺവെൻഷനും എല്ലാം നമ്മൾ പൂർത്തിയാക്കി. ഒന്നാം ഘട്ടം ഗൃഹസന്ദർശനവും നമ്മൾ പൂർത്തിയാക്കി. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പരമാവധി വോട്ടർമാരെ എല്ലാവരെയും ഒരു 2 തവണയെങ്കിലും നേരിട്ട് കാണുക എന്നുള്ളതാണ്. ആ പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മറ്റ് പ്രചരണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കൺവെൻഷനുകളിലൊക്കെ അഭൂതപൂർവമായ ജനത്തിരക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമാണ്. നമ്മുടെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിരിക്കുന്ന ഒരു വാർഡാണ്. എങ്കിൽ കൂടിയും ഒരുപാട് ആളുകൾ ഇത് കൺവെൻഷനുകളൊക്കെ പിന്തുണ അറിയിച്ച് വരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ എല്ലാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം പകരുകയാണ്. ഏതായാലും എല്ലാവിധ ആശംസകളും. ആ നിലയിലാണ് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥി ഉള്ളത്. ആദ്യഘട്ട രണ്ടാം ഘട്ട ഭവന സന്ദർശനം, അതുപോലെ തന്നെ പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് സ്ഥാനാർത്ഥി കടക്കുന്നത്. അത് കഴിഞ്ഞും തിരക്ക് പിടിച്ച മറ്റ് പര്യടന പരിപാടികളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്.